ഹായ്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രൊഡ്യൂസേഴ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ എന്താണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടുവോളം പ്രൊഡക്ഷൻ ഉണ്ട്, ബട്ട് ഗ്ലോബൽ എക്സ്പോർട്ട് ഷെയർ ഇന്നും വളരെ ചെറുതാണ്. എക്സ്പോർട്ട് ബിസിനസ് എന്നത് വെറും ഒരു ലേസി ഗെയിം അല്ല. ഒരു ടെമ്പറേച്ചർ മിസ്റ്റേക്ക് മതി ഒരു കണ്ടെയ്നർ റിജക്റ്റ് ആകാനായിട്ട്. ഒരു ക്വാളിറ്റി ഇൻകൺസിസ്റ്റൻസി മതി ഒരു ബയറിനെ നമുക്ക് ലൂസ് ആവാനായിട്ട്. ഫ്രീഡ് കോസ്റ്റ് ഒന്ന് കൂടിയാൽ മതി പ്രോഫിറ്റ് മാർജിൻ താഴേക്ക് വരാൻ. EU സ്റ്റാൻഡേർഡ്സ്, US ഫൈറ്റോസാനിറ്ററി റൂൾസ് ഇവയെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ ദർ ആർ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. 120+ കൺട്രീസ് ഇന്ത്യയിൽ നിന്ന് ഓൾറെഡി നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്, ഫ്രോസൺ, പ്രോസസ്ഡ്, ഡീഹൈഡ്രേറ്റഡ്, ഇവിടെയെല്ലാമാണ് ഇനിയുള്ള ഫ്യൂച്ചർ. ദാറ്റ് മീൻസ് നമ്മൾ ഒരു മാംഗോ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ മാത്രം അഭിമാനം കൊണ്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് traceability systems, direct buyer relationships, then strong cold chain, then branding of Indian origin. ഇതല്ല, നമുക്ക് വേണ്ടുവോളം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഫാമേഴ്സ് ഉണ്ട്, ആംബിഷൻ ഉണ്ട്. ബട്ട് നമുക്കില്ലാത്തത് സിസ്റ്റമാറ്റിക് എക്സിക്യൂഷനാണ്. അത് ബിൽഡ് ചെയ്താൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഹോർട്ടിക്കൾച്ചർ എക്സ്പോർട്ടിൽ ഇന്ത്യ നല്ല രീതിയിൽ ഡൊമിനേറ്റ് ചെയ്യും. ഇത് വെറും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ബിസിനസ്സിൻ്റെ കാര്യം മാത്രമല്ല, ഇത് ഫാമേഴ്സിനെ ഗ്ലോബൽ സപ്ലയേഴ്സ് ആക്കാനുള്ള ഒരു മൂവ്മെൻറ്റ് കൂടിയാണ്. So my question is very simple. Are you ready to play this game? Please comment below export to know more about this.